മഹാരാഷ്ട്ര നാസിക്കിലെ TCSൽ ടാറ്റ കൺസൾട്ടിംഗ് സർവീസസിൽ നടന്നിട്ടുള്ളത് അതീവ ഗുരുതരമായ ഒരു രാജ്യാന്തര ബന്ധത്തിന്റെ കഥകളാണെന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 12ഓളം സ്ത്രീകളെയാണ് ഇതിനകത്ത് ഇരകളാക്കിയിരുന്നത്. പിന്നെ ഒരു 9 സ്ത്രീകളെ കൂടി അവർ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. എന്തായാലും 12 ഇരകളെ കൈകാര്യം ചെയ്തു, 9 പേരെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചു. ഈ 12ൽ 9 പേരുടെക്കെതിരെയുള്ള 9 പേരെ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. 9 FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനിയും FIRകൾ വരും. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിൽ വൈറ്റ് കോളർ നേരത്തെ നടന്ന ഒരു ജിഹാദാണ്. വൈറ്റ് കോളർ ജിഹാദ് നടന്നു. അതിൻ്റെ ഭീകരതയുടെ ഒരു മൊഡ്യൂളാണ്, വൈറ്റ് കോളർ ഭീകരതയുടെ ഒരു മൊഡ്യൂളാണ് ഡൽഹിയിൽ കണ്ടത്. അവിടെ ഡോക്ടർമാർ അവരുടെ കാറിൽ കാശ്മീരുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പഹൽഗാമും പിന്നെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സിന്ദൂറുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രശ്നങ്ങളിൽ വളരെ കൃത്യമായി ഡോക്ടർമാരുടെ ഇടയിൽ ഒരു സ്ലീപ്പർ സെൽ പ്രവർത്തിക്കുകയും അവർക്ക് പണം കൊടുക്കുകയും ഭാര്യയും ഭർത്താവും അടക്കമുള്ള യുവ ഡോക്ടർമാർ അതിനകത്ത് ചെന്നപ്പെടുകയും അതിലൊരു ഡോക്ടറുടെ കാറിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരിക്കുകയും ഡൽഹിയിൽ വെച്ച് അത് പകൽ സമയം പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്ത വലിയ വാർത്ത വന്നിരുന്നു. അപ്പോഴാണ് അത് വൈറ്റ് കോളർ ജിഹാദ് എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇപ്പോൾ ഇതാണെങ്കിൽ കോർപ്പറേറ്റ് ജിഹാദ് എന്നാണ് അറിയപ്പെടുന്നത്. കോർപ്പറേറ്റ് ജിഹാദ് മൊഡ്യൂൾ എന്താണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മലേഷ്യയിലുള്ള ചില ആളുകളും ഇതിനകത്ത് ബന്ധപ്പെട്ടതായി കേൾക്കുന്നു. മുസ്ലിം നാമധാരികളാണ് ഇതിനകത്ത് എല്ലാം വന്നിരിക്കുന്നത്. നിദാ ഖാൻ എന്ന് പറയുന്ന HR മാനേജറാണ് ഇതിന് മുൻകൈയെടുത്തതെന്ന് പറയുന്നു. പക്ഷേ നിദാ ഖാൻ HR മാനേജർ അല്ല, പ്രോസസ്സിംഗ് അസോസിയേറ്റ് മാത്രമാണ് എന്ന് TCS പറയുന്നു. പ്രോസസ്സിംഗ് അസോസിയേറ്റോ ഇനി പിയൂണോ സെക്യൂരിറ്റിയോ ഡ്രൈവറോ ആരായാലും TCSൽ ഒരു സ്റ്റാഫാണ് എന്നുള്ള കാര്യത്തിൽ ഒരു കാര്യമില്ല. നിദയെ സസ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ, പിരിച്ചു വിട്ടിട്ടില്ല. അതാണ് നല്ല രസകരമായ കാര്യം. നാസിക്കിലെ യൂണിറ്റ് അടച്ചുപൂട്ടിയെന്ന വാർത്തകൾ, അങ്ങനെ ഒരു വാർത്ത വന്നിരുന്നു. പക്ഷെ അടച്ചു പൂട്ടിയിട്ടില്ല എന്നാണ്. 150ഓളം പേർ ജോലി ചെയ്യുന്ന നാസിക്കിലെ ഇത് അടച്ചു പൂട്ടിയിട്ടില്ല എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ TCSൻ്റെ ആളുകൾ പറയുന്നത്. എന്തായാലും നിദാ ഖാൻ മുങ്ങിയിട്ടുണ്ട്. നിദാ ഖാൻ്റെ ഭർത്താവിനെ നവീൻ ഇക്ബാൽ ഖാനെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും അദ്ദേഹം പറഞ്ഞതനുസരിച്ചുള്ള വീട്ടിൽ ചെന്നപ്പോൾ അവിടെ നിദാ ഖാനില്ല. ഇനി TCSയുടെ സഹായത്തോടു കൂടിയാണോ അല്ലാതെയാണോ സാമ്പത്തികമുള്ളവരൊക്കെ ആണോ എങ്ങനെയാണ് മുങ്ങിയതെന്നറിയില്ല. എന്തായാലും വളരെ വലിയ രീതിയിൽ ആ സ്ത്രീ മുങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് TCSലെ കേസിൽ SC/ST വിഭാഗക്കാരും കേസെടുത്തിട്ടുണ്ട്. കാര്യം അതിനകത്ത് ചില SC/ST വിഭാഗ ജീവനക്കാരുണ്ട്. അത് അവരുടെ പരാതിയുടെ പുറത്തും FIR ഇട്ടിട്ടുണ്ട്. TCSലെ ഡാനിഷ് ഷെയ്ഖിനെതിരെയാണ് ജീവനക്കാരെ ലൈംഗിക പീഡനം, മതവികാര മരണപ്പെടുത്തൽ തുടങ്ങിയ പരാതികൾ ഉന്നയിച്ചത്. ഡാനിഷിനെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ മുസ്ലിം നാമധാരികളായിട്ടുള്ള ഈ ആളുകൾ എന്തിനാണ് ഇങ്ങനെ കാശുണ്ടാക്കാനോ അല്ലെങ്കിൽ പദവികളിൽ കയറാനോ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ മത തീവ്രവാദവും ലൈംഗിക അതിക്രമവും മതം മാറ്റവും അടക്കമുള്ള കാര്യങ്ങൾ എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനെ സംബന്ധിച്ച് NIAയും CBIയും അതുപോലെ തന്നെ IBയും ഈ കേന്ദ്ര ഏജൻസികൾ ഇതിനകത്ത് അന്വേഷണം നടത്തി വരികയാണ്. NIA സമ്പൂർണ്ണമായി ഈ കേസ് അന്വേഷിക്കാനും സാധ്യതയുണ്ട്. NIAക്ക് പൂർണ്ണമായി കൈമാറാനും സാധ്യതയുണ്ട്. ഇതിന് സമാനമായി നടന്നത് ചെങ്കോട്ടയിൽ ഡോക്ടർമാരുടെ സംഘമായിരുന്നു മതമാറ്റ ശ്രമം നടത്തിയതെങ്കിൽ ഇത് ഇവിടെ കോർപ്പറേറ്റ് ജിഹാദിൽ നടത്തിയിരിക്കുന്ന മറ്റൊരു സംഘമാണ്. ഇവിടെ മതം മാറ്റത്തിൻ്റെ ഇലമെൻ്റ് ഇതിനകത്തുണ്ടോ, രാജ്യത്ത് മറ്റേതെങ്കിലും കോർപ്പറേറ്റ് കമ്പനികളിൽ നടന്നോ എന്നും പരിശോധിക്കുന്നതാണ്. സംഘടിത മതപരിവർത്തനമാണ് ഇതെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇത് സംഘടിതമായ മതം മാറ്റമാണ് എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ട് ഹിന്ദു മതത്തിൽപ്പെട്ട RSS സംഘപരിവാർ വിഭാഗത്തിൽപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ്, BJPയുടെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം അങ്ങനെ പറയാം. പക്ഷേ ഇതിൻ്റെ ശരി തെറ്റുകൾ നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്, കണ്ടെത്തേണ്ടതുണ്ട്. എന്ത് തന്നെ പറഞ്ഞാലും ഈ രാജ്യത്ത് പല രൂപത്തിൽ മതപരിവർത്തനവും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുമൊക്കെ നന്നായി നടക്കുന്നുണ്ട്. അതിൽ മത തീവ്രവാദത്തിന് വലിയ പങ്കുണ്ട്. ഇതുപോലെ IT കമ്പനികളിലും കോർപ്പറേറ്റ് സ്ഥലങ്ങളിലുമൊക്കെ നടക്കുന്ന കോർപ്പറേറ്റ് ജിഹാദുകളും വൈറ്റ് കോളർ ജോബിൽ വരുന്ന ഡോക്ടർ, എഞ്ചിനീയർ അല്ലെങ്കിൽ നഴ്സുമാർ, അങ്ങനെ വൈറ്റ് കോളർ, വെള്ള വസ്ത്രം എന്നുള്ളതല്ല, സർക്കാർ ജോലി എന്നുള്ള അർത്ഥത്തിലാണ്. വൈറ്റ് കോളർ ജോബിൽ വരുന്ന ആളുകളെ കൈകാര്യം ചെയ്യുക, അവർക്കിടയിലും ജിഹാദ് പ്രവർത്തിപ്പിക്കുക. അപ്പോൾ ലവ് ജിഹാദ്, കോർപ്പറേറ്റ് ജിഹാദ്, പിന്നെ ഈ വ്യവസായ ജിഹാദ്, ഹോട്ടൽ ജിഹാദ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചേർത്ത് ജിഹാദ് വരുന്നത് ഒരു നല്ല രസകരമായ കൗതുകമുള്ളൊരു കാര്യമാണ്.
മുസ്ലിങ്ങൾ ഇത് വളരെ ഗൗരവമായി ആലോചിക്കുകയും ഇതിൽ നിന്നൊക്കെ പിന്തിരിയുകയും ചെയ്യേണ്ടതാണ്. ഇത് ഒരു ന്യൂനപക്ഷമായിരിക്കും ഇത് ചെയ്യുന്നത്, പക്ഷെ മഹാഭൂരിപക്ഷത്തിന് കൂടി അത് വലിയ ഒരു പേരുദോഷവും കേസും വഴക്കുമൊക്കെ വരുന്ന നിരീക്ഷണത്തിലേക്കൊക്കെ പോകുന്ന രീതിയിൽ കാര്യങ്ങൾ മാറുന്നു. എന്തായാലും TCS നടന്നിരിക്കുന്നതിന് അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ടെന്നും അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്നും അന്താരാഷ്ട്ര ബന്ധത്തിൻ്റെ പ്രധാന കണ്ണി മലേഷ്യയിലാണെന്നും ആ മലേഷ്യയിലെ കണ്ണി ഈ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇത് സംബന്ധമായി സാമ്പത്തികം ഒഴുക്കുകയും ഇതിനാവശ്യമായ മറ്റ് സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ആളുകളെ മതം മാറ്റുന്നതിനും പ്രത്യേകിച്ച് സ്ത്രീകളെയൊക്കെ ചൂഷണം ചെയ്ത് അവർക്ക് ജോലി കൊടുക്കാമെന്നും പ്രൊമോഷൻ കൊടുക്കാമെന്നും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് കളയുമെന്നും ശമ്പളം കൂട്ടി കൊടുക്കാമെന്നും ഇതൊന്നും ചെയ്തില്ലേ ശമ്പളം കുറച്ച് കളയുമെന്നും ഗ്രേഡ് താഴ്ത്തി കളയുമെന്നും അല്ലെങ്കിൽ കൂടെ നിന്നാൽ ഗ്രേഡ് ഉയർത്തുമെന്നും ഇങ്ങനെ പല ഭീഷണികളും മോഹന വാഗ്ദാനങ്ങളും പ്രേരണകളും എല്ലാം നടത്തി മോട്ടിവേറ്റ് ചെയ്താണ് ഇതെല്ലാം നടത്തിയിരിക്കുന്നത്. എന്തായാലും 12ഓളം പേരാണ് കേസുമായി വന്നത്. 9 FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനിയും നിരവധി ആളുകൾ കേസുമായി വരാൻ സാധ്യതയുണ്ട്. 150ഓളം പേരാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. എന്തായാലും സ്ത്രീകളുടെ ഇടയിൽ വളരെ വലിയ തോതിൽ ഇങ്ങനെ ജിഹാദ് പ്രവർത്തനം നടത്തുന്നു എന്നൊരാക്ഷേപം ഗൗരവമായി ഉണ്ട്. അത് ലവ് ജിഹാദിൻ്റെ പേരിലാകട്ടെ, വൈറ്റ് കോളർ ജിഹാദിൻ്റെ പേരിലാകട്ടെ, ഇപ്പോഴിതാ കോർപ്പറേറ്റ് ജിഹാദിൻ്റെ പേരിലാകട്ടെ, എല്ലാവരും ലക്ഷ്യമിടുന്നത് ഹിന്ദു സ്ത്രീകളെയാണ്, ക്രിസ്ത്യൻ സ്ത്രീകളെയാണ്, കൂടുതലും ഹിന്ദു സ്ത്രീകളെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിധി വൈപരീത്യം. മുസ്ലിം പെൺകുട്ടികളെ മുസ്ലിങ്ങൾ കൊണ്ടുപോയി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിൽ അതിനകത്ത് നമുക്കൊന്നും പറയാനില്ല. പക്ഷേ ഇതിനപ്പുറം അത് പിന്നെ ബലാത്സംഗം പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എതിർക്കാൻ പറ്റുള്ളൂ, അല്ലാതെ മതമാറ്റമില്ലല്ലോ. പക്ഷേ ഹിന്ദു മതത്തിൽപ്പെട്ട കുട്ടികളെ, പ്രത്യേകിച്ച് SC ST വിഭാഗത്തിലേക്ക് പെട്ട കുട്ടികളെ വ്യാപകമായി മതം മാറ്റുന്നതിനുള്ള സംഘടിതമായ ശ്രമം ആഗോളാടിസ്ഥാനത്തിൽ നടക്കുന്നു എന്നാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ ജനകീയ പ്രതിരോധമാണ് ഉയർന്നു വരേണ്ടത്. കേസ് നടക്കട്ടെ, NIA CBI IB അല്ലെങ്കിൽ സാധാ പോലീസോ ഒക്കെ കേസ് അന്വേഷിക്കട്ടെ. പക്ഷേ വലിയ ജനകീയ പ്രതിരോധം ഇതിനെതിരെ ഉയർന്നു വരേണ്ടതും കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. ഇത് ജാതി മതങ്ങൾക്കപ്പുറം ഇത്തരത്തിലുള്ള ട്രാപ്പിങ്ങും അതുപോലുള്ള പറ്റിപ്പും തട്ടിക്കലും ഇതുപോലുള്ള വിഷയങ്ങൾ ഒരു കാരണവശാലും നമുക്ക് പ്രോത്സാഹനകരമല്ല. ആരും അത് അങ്ങോട്ടും കൊണ്ടുപോകാമെന്ന് ചിന്തിക്കരുത്.